ഓണം സീരീസിനിടയിൽ മുങ്ങിപ്പോയ എൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേയുള്ള വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണിത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പവും ഗ്രീൻ പീസ് കുറുമയും. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പി കാണാം. കുക്കറിലാണ് നമ്മൾ നമ്മുടെ ഗ്രീൻ പീസ് കുറുമ റെഡിയാക്കുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് സവാളയും കുഞ്ഞുള്ളിയും പൊട്ടറ്റോയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും അതും നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് തക്കാളിയും നമ്മുടെ ഗ്രീൻ പീസും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വിസിലടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പോയി നമ്മുടെ അപ്പം തയ്യാറാക്കാം. അപ്പത്തിനായി ഇൻസ്റ്റൻറ്റ് മാവാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് അപ്പപ്പൊടി ഒരു മിക്സി ജാറിലേക്കിട്ട് കുറച്ച് പഞ്ചസാരയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് മാവ് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒന്നുകൂടി ബ്ലെൻഡാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ അപ്പം ബാറ്റർ റെഡിയായി. തലേന്നേ അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, ഫെർമെൻ്റ് ചെയ്യണ്ട. നമുക്ക് ഈ അപ്പം എളുപ്പത്തിൽ റെഡിയാക്കാം. അതാണ് ഈ അപ്പത്തിൻ്റെ പ്ലസ് പോയിൻ്റ്. എളുപ്പത്തിൽ നമുക്ക് ബിസി ആയിട്ടുള്ള മോർണിംഗ്സിൽ ഈ അപ്പം ഉണ്ടെങ്കിൽ വേഗം കാര്യം കഴിയും. അപ്പത്തിൻ്റെ ബാറ്റർ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റയും എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങ നല്ലതുപോലെ അരച്ച് അതുകൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രീൻ പീസ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് അപ്പച്ചട്ടി വെച്ച് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് സൈഡൊക്കെ മൊരിയിച്ച് നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാനൊന്നും ആരെയും പഠിപ്പിക്കണ്ടല്ലോ, എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ചെയ്യുന്നതാണ്. അപ്പോൾ അപ്പം നല്ലതുപോലെ മൊരിയിച്ച് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. എനിക്ക് സൈഡൊക്കെ മൊരിഞ്ഞ കുറച്ച് നടുക്കിൽ കട്ടിയൊക്കെ ഉള്ള അപ്പമാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്പം കൂടി റെഡിയാക്കാം. അതും ഇതുപോലെ മാവൊഴിച്ച് ചുറ്റിച്ചെടുത്ത് കുറച്ച് സൈഡൊക്കെ മൊരിയിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പവും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇലയിലേക്ക് ചൂടോടുകൂടി നമ്മുടെ അപ്പവും നല്ല കുറുകുറാവുള്ള ഗ്രീൻ പീസ് കുറുമയും കൂടെ ഒഴിച്ച് എല്ലാവരും കഴിക്കണം കേട്ടോ. എനിക്ക് അപ്പത്തിലൂടെ മുട്ട റോസ്റ്റാണ് ഏറ്റവും ഇഷ്ടം. ഇന്ന് മുട്ട റോസ്റ്റില്ല, അതുകൊണ്ടാണ് ഗ്രീൻ പീസ് കുറുമ വെച്ചത്. ഗ്രീൻ പീസ് കുറുമയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അപ്പവും ഗ്രീൻ പീസ് കുറുമയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് വിടുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ.